സംസ്ഥാനത്തെ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്ന് CAG. ആകെ നഷ്ടം 18,026 കോടിയാണെന്ന റിപ്പോർട്ടിലുണ്ട്. ലാഭകരമല്ലാത്ത അടച്ചുപൂട്ടണമെന്നും CAG ശുപാർശ ചെയ്യുന്നു. KSRTC കണക്കുകൾ നൽകുന്നില്ല എന്നും CAG റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. KMML ക്രമക്കേടെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകുന്നത്. റഹീസ്, 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എത്രയെണ്ണം നഷ്ടത്തിലെന്നാണ് ഇപ്പോൾ CAG റിപ്പോർട്ടിലുള്ളത്? നഷ്ടത്തിലുള്ള എല്ലാത്തിൻ്റെയും കൃത്യമായ വിവരങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ടോ? CAG വിശദമായ റിപ്പോർട്ടാണ് നിയമസഭയിൽ വെച്ചിരിക്കുന്നത്. അതിൽ 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് നഷ്ടത്തിലെന്ന് CAG റിപ്പോർട്ട് പറയുന്നുണ്ട്. അതിൽ 18 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്ന് പറയുന്നു. അത് പക്ഷേ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 1986 മുതൽ ആ തരത്തിൽ തന്നെയാണ് ഈ 18 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മുന്നോട്ട് പോക്ക് എന്ന് പറയുന്നു. ഇവ അടച്ചുപൂട്ടാനുള്ള നടപടികൾ ഊർജിതമാക്കണം എന്ന കാര്യവും CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 58 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് മൊത്തത്തിൽ ലാഭത്തിലുള്ളത് എന്ന് പറയുന്നു. ലാഭകരമല്ലാത്തത് മുഴുവൻ അടച്ചുപൂട്ടണം എന്ന നിർദ്ദേശം പറയുന്നു. KSRTC CAGക്ക് ഇത് സംബന്ധിച്ച കണക്കുകളൊന്നും നൽകിയില്ല. പലതവണ കണക്കുകൾ ചോദിച്ചു, അത് നൽകിയില്ല എന്നാണ് പറയുന്നത്. 2016 ശേഷം KSRTC ഓഡിറ്റ് രേഖകളൊന്നും കൈമാറിയിട്ടില്ല എന്ന് CAG പറയുന്നുണ്ട്. ഒപ്പം KMML ചില ക്രമക്കേടുകൾ നടന്നു എന്ന് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. അസംസ്കൃത വസ്തുക്കളിൽ വാങ്ങുന്നതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നതാണ് KMML കണ്ട ക്രമക്കേട്.